ഈ ശക്തമായ ചൂടുമുള്ള കാലാവസ്ഥയിൽ റൊണാൾഡിന് എസിയോ ചെറിയ ഫാനോ ഉപയോഗിക്കാതെ ജോലി ചെയ്യണം. കാരണം തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഈ പരീക്ഷണം വിജയിക്കുകയില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് ഫാനിന്റെ വായു കൊതുകുകളുടെ കഷണങ്ങൾ ചിതറിക്കും. ചെറിയ കാറ്റുപോലുമില്ലാത്ത സ്ഥലത്തായിരിക്കണം നടത്തേണ്ടത്. അത്രയും ചെറിയ ഭാഗങ്ങൾ. ഈ കഷണങ്ങൾ മൈക്രോസ്കോപ്പിന്റെ ലെൻസിന് കീഴിൽ സ്ഥിരമായി സൂക്ഷിക്കേണ്ടി വന്നു. രോഗത്തെക്കുറിച്ചും അജ്ഞാതനായ കുറ്റവാളിയെക്കുറിച്ചും അവരുടെ നർവുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന തെളിവുകൾ ലഭിക്കുന്നതുവരെ ഓപ്പറേഷൻ ചെയ്ത എല്ലാ കഷണങ്ങളെയും മൈക്രോസ്കോപ്പിന്റെ ലെൻസിന് കീഴിൽ സ്ഥിരമായി നിലനിർത്തണം. അല്ലാത്തപക്ഷം പോസ്റ്റ്മോർട്ടം പ്രയോജനപ്പെടില്ല. അങ്ങനെ അദ്ദേഹം തന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ പ്രഭാവലയത്തിൽ ജോലി സമയം മുഴുവനും ചെലവഴിച്ചു. എയർ കണ്ടീഷനിങ്ങും ശീതീകരണവും കാറ്റുപോലുമില്ലാതെ വിയർപ്പിൽ കുളിച്ചു. ഓരോ കൊതുകിനെയും വിച്ഛേദിക്കാനും പരിശോധിക്കാനും അദ്ദേഹം 2 മണിക്കൂർ ചെലവഴിക്കും. ആയിരക്കണക്കിനു കൊതുകുകൾ തന്റെ ലബോറട്ടറിയിൽ നിരന്തരം വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ആക്രമിക്കുകയും ചെയ്തു. എന്തൊരു ക്ഷമ, എന്തൊരു സഹിഷ്ണുത! എത്ര നേരമായി റൊണാൾഡ്! ഈ വേദനാജനകമായ കുത്തുകൾ നിങ്ങൾ സഹിക്കണം. ഈ വിയർപ്പിൽ എത്ര നേരമായി നീന്തുന്നു! ഓർക്കുക റൊണാൾഡ്, നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. മനോഹരമായ പ്രകൃതിയും തണുത്ത ഉന്മേഷദായകമായ വായുവുമുള്ള രാജ്യമാണ്. റൊണാൾഡ്, നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിവരൂ. അരുവികളുടെയും നിശാഗന്ധികളുടെ ശബ്ദവും ആസ്വദിക്കൂ. ഇത് റൊണാൾഡിന്റെ ആത്മാവിന്റെ സംസാരമായിരുന്നു. കഷ്ടതയിലും ക്ഷീണത്തിലും തളർന്ന ആത്മാവ്, വിശ്രമത്തിലേക്കും നിശ്ചലതയിലേക്കും ക്ഷണിക്കുന്ന ആത്മാവ്. അതിനു കീഴടങ്ങിയാൽ വെറും തിന്നലും കുടിക്കലും ഉറക്കവും മാത്രമായി വ്യാജസുഖം നമുക്ക് തന്നുകൊണ്ടിരിക്കും.